മലയാള സിനിമാ നടന്മാരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം കാണാനുണ്ട്. ഇങ്ങനെയൊരു പൊതു സ്വഭാവം ഉള്ള കാര്യം ഇതിനോടകം പല വിരുദ്ധന്മാരും നോട്ട് ചെയ്യുകയും അവർ ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ ചെറിയ രീതിയിൽ ചർച്ചാ വിഷയം ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പൊതു സ്വഭാവം വേറെ ഒന്നുമല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയും ആക്ഷൻ സ്റ്റാർ സുരേഷ് ഗോപിയും ജയറാമും ദിലീപും അടക്കമുള്ള എല്ലാ താരങ്ങളും ഇപ്പോൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് താടി വെച്ചുകൊണ്ടാണ്. ടൊവിനോയും നിവിൻ പോളിയും അടക്കമുള്ള പുതിയ തലമുറ താരങ്ങളും ഇക്കാര്യത്തിൽ ഇതേ പാത തന്നെയാണ് പിന്തുടരുന്നത് എന്ന് നമുക്ക് അവരുടെ എല്ലാം ഇൻസ്റ്റഗ്രാം പേജുകൾ നോക്കിയാൽ മനസ്സിലാകും. ഇതിൽ ഒരു കൗതുകം പലർക്കും തോന്നിയിട്ടുണ്ടാകും എന്നുറപ്പാണ്. എന്നാൽ ഈ കാര്യം നേരിട്ട് താരങ്ങളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും ഈ സംശയം നടൻ VK ശ്രീരാമനും കുറച്ചു നാളുകളായി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ഈ സംശയം താരരാജാവ് മോഹൻലാലിനോട് നേരിട്ട് ചോദിച്ചതും അതിന് മോഹൻലാൽ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന വിഷയം. താരസംഘടനയായ അമ്മയുടെ വാർഷിക പൊതുയോഗത്തിനിടെയായിരുന്നു രസകരമായ ഈ സംഭവം നടന്നത്. VK ശ്രീരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അമ്മയുടെ പൊതുയോഗത്തിൽ നടന്ന ഈ സംഭവം ഇപ്പോൾ പുറത്തു വന്നത്. യോഗത്തിന് വന്ന നടന്മാരെ കണ്ട് ശ്രീരാമന് തോന്നിയ ഒരു സംശയവും അതിന് മോഹൻലാൽ നൽകിയ മറുപടിയുമാണ് കത്തിന്റെ രൂപത്തിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ അവതരിപ്പിക്കുന്നത്. മുതിർന്ന താരങ്ങളും യുവതാരങ്ങളും താടിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ രഹസ്യമാണ് ശ്രീരാമന് അറിയേണ്ടിയിരുന്നത്. ഈ സംശയം കത്തിന്റെ രൂപത്തിൽ അയച്ചത് സാക്ഷാൽ മോഹൻലാലിനുമാണ്. ശ്രീരാമന്റെ സംശയത്തിന് രസകരമായ മറുപടിയുമായി മോഹൻലാലും ഒരു കത്ത് തിരിച്ചയച്ചു. ഈ രണ്ട് കത്തിന്റെയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രീരാമൻ പങ്കുവെക്കുകയും ചെയ്തു. ശ്രീരാമൻ മോഹൻലാലിന് അയച്ച കത്തിലെ വാക്കുകൾ ഇങ്ങനെയാണ്. അതായത്, താരങ്ങളെ രോമം മറയ്ക്കുന്ന കാലമാണ് എന്ന് വെച്ചാൽ രോമം കൊണ്ടും താരപ്രഭ മൂടി വയ്ക്കാമെന്ന്. എന്നാൽ താരങ്ങൾ നിറഞ്ഞ ആകാശത്തെ രോമാവൃതമാക്കുന്നത് ന്യായമോ എന്നാണ് സംശയം. എന്താ സംശയത്തിൽ ന്യായമില്ലേ? ഒരു സംശയം കൂടി. അടുത്ത ജനറലിൽ രോമത്തിന് താരത്തിലുള്ള സ്വാധീനം എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ച് ചർച്ച ചെയ്യാമോ? ശ്രീരാമന്റെ ഈ കത്തിൽ താടി വെച്ച ലാലിന്റെ ഒരു കാരിക്കേച്ചറും വെച്ചിട്ടുണ്ട്. രസകരമായ ഈ കത്തിന് അതിനേക്കാൾ രസകരമായ ഒരു മറുപടിയാണ് മോഹൻലാൽ നൽകിയത്. മോഹൻലാൽ സ്വന്തം കൈപ്പടയിൽ അയച്ച ഒരു മറുപടിയുടെ ഫോട്ടോയും ശ്രീരാമൻ പങ്കുവച്ചിട്ടുണ്ട്. ശൃംഗാര വിന്യാസത്തിൽ നിന്നാണ് ഇത്തരം സംശയം ഉത്ഭവിക്കുന്നത്. ക്ഷീരപഥത്തെ രോമം കൊണ്ട് മൂടുന്ന പോലെ രോമം കൊണ്ടും പല ക്ഷീരപഥത്തെ മൂടുന്നു എന്ന സത്യം മനസ്സിലാക്കണം. എന്തായാലും രോമത്തിന് താരത്തിലുള്ള സ്വാധീനം എന്ന വിഷയത്തിലുള്ള ചർച്ച ആരോമ മോഹന്റെ നേതൃത്വത്തിൽ നടത്താം എന്നാണ് തീരുമാനം. രോമപൂർവം എന്നുമാണ് മറുപടി. പ്രാസം ഒപ്പിച്ച് മോഹൻലാൽ നൽകിയ ഈ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രീരാമന്റെ പോസ്റ്റിന് താഴെ നിരവധി പേർ രസകരമായ കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വിരാട് കോഹ്ലി സിൻഡ്രോം ആണ് എന്നായിരുന്നു ഒരാളുടെ കമന്റ്. താടിക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തിയാലോ എന്നാണ് മറ്റൊരു ചോദ്യം. അതുപോലെ നമുക്കറിയാം, നിരവധി വർഷങ്ങളായി താടിയുമായി നടക്കുന്ന ഒരു നടനാണ് VK ശ്രീരാമൻ. അദ്ദേഹത്തിന്റെ താടിയില്ലാത്ത കഥാപാത്രങ്ങൾ പോലും അപൂർവമാണ്. ഇതേ ശ്രീരാമനാണ് സംസാരത്തിന് തുടക്കമിട്ടത്. ശ്രീരാമന്റെ ഈ സംശയം താടിക്കാരുടെ അപൂർവത നഷ്ടപ്പെടുന്നതിലുള്ള വിഷമമാണോ എന്ന സംശയവും ശ്രീരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ തന്നെ ചില വിരുദ്ധന്മാർ കമന്റ് ചെയ്യുന്നുണ്ട്.